ഹലോ എവ്രി വൺ, ദക്ഷിണ ലേണിംഗ്സിൻ്റെ പ്രിലിംസ് ഹാക്കർ ക്യാപ്സൂളിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്ക് ജോഗ്രഫി എന്നുള്ളൊരു തീമാണ്. ഈ ഒരു തീം യു പി എസ് സിയുടെ പെർസ്പെക്റ്റീവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ ചോദ്യപേപ്പർ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ യു പി എസ് സിയുടെ ഒരു ഫേവറേറ്റ് തീമായിട്ട് നമുക്ക് ഈ ഒരു തീമിനെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കറണ്ട് റിലവൻസ് അല്ലെങ്കിൽ കറണ്ട് പെർസ്പെക്റ്റീവ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ഈ ഒരു തീമിൻ്റെ ബേസിസിലുള്ള ന്യൂസ് പേപ്പർ കട്ടിങ്സ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ വരുന്ന ന്യൂസസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് ഡെയിലി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീം എന്താണ്? ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യയാണ് നമ്മുടെ ഇന്നത്തെ തീം. നമ്മൾ ഒന്ന് രണ്ട് ന്യൂസ് പേപ്പർ കട്ടിങ്സ് നോക്കണം. എന്താണ് ഈ ഒരു തീമിന്റെ കറണ്ട് റിലവൻസ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. US നാഷണൽ അറസ്റ്റഡ് ഫോർ എൻറ്ററിംഗ് നോർത്ത് സെൻട്രൽ ഐലൻഡ് ഇൻ ആൻഡമാൻസ് എന്താണ് നമ്മുടെ ഐലൻഡ് ഗ്രൂപ്പ്സിൽ പെടുന്നതാണ്. ലക്ഷദ്വീപ് ഐലൻഡ്സും അതുപോലെ തന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സും. അടുത്ത എന്താണ്? മഹാരാഷ്ട്രാസ് കാസ് പ്ലേറ്റു കാർപ്പറ്റ് ഓഫ് ഫ്ലവേഴ്സ്. നമ്മുടെ പ്ലേറ്റോ റീജിയനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി ന്യൂസിൽ ഇങ്ങനെ വരുന്നുണ്ട്. സോ ഈ ഒരു തീം എന്താണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള പെർസ്പെക്റ്റീവിൽ നമ്മൾ UPSC ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. 2023 ചോദിച്ചിട്ടുണ്ട്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അമർകണ്ടക് ഹിൽസ് ആർ ദ കോൺഫ്ലുവൻസ് ഓഫ് വിന്ധ്യ ആൻഡ് സഹ്യാദ്രി റേഞ്ചസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ബിലിഗിരി വിരംഗൻ ഹിൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ട് ഓഫ് സത്പുര റേഞ്ച്. അതുപോലെ ശേഷാചലം ഹിൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സദേൺ മോസ്റ്റ് പാർട്ട് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്. അതുപോലെ തന്നെ 2022 ചോദിച്ചിട്ടുണ്ട്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. പീക്കും മൗണ്ടൻസിനെയും ബേസ് ചെയ്തിട്ട് നംചബർവ ഗ്രേറ്റ് ഗർവാൾ ഹിമാലയാണ്. അതുപോലെ തന്നെ നന്ദാദേവി കുമയോൺ ഹിമാലയാസ്, നോ ക്രീക്ക് സിക്കിം ഹിമാലയാസ്. അങ്ങനെ ആ ഒരു ബേസിസിൽ UPSC എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 2018 ചോദിച്ചിട്ടുണ്ട്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ദ ബാരൻ ഐലൻഡ് വോൾക്കാനോ ഈസ് ആൻ ആക്റ്റീവ് വോൾക്കാനോ ലൊക്കേറ്റഡ് ഇൻ ദ ഇന്ത്യൻ ടെറിട്ടറി. ബാരൻ ഐലൻഡ് ലൈസ് about 140 km east of Great Nicobar. The last time the Barren Island volcano erupted was in 1991 and it has remained inactive since then. അതുപോലെ തന്നെ 2017 ചോദിച്ചിട്ടുണ്ട്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇൻ ഇന്ത്യ the Himalayas are spread over 5 states only. Western Ghats are spread over 5 states only. അതുപോലെ തന്നെ പുലിക്കാട് ലേക്ക് is spread over 2 states only. ഇങ്ങനെ എന്താണ് ഫിസിയോഗ്രഫിയിൽ നിന്ന് UPSC എന്ത് ചെയ്യാറുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷങ്ങളിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് എന്താ നോർത്തേൺ മൗണ്ടൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഹിമാലയാസിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹിമാലയാസും അതിന് മേലെയുള്ള നോർത്തേൺ മൗണ്ടൻസിനെ കുറിച്ചിട്ട് ട്രാൻസ് ഹിമാലയാസ് ആണ് നമ്മൾ നോർമലി പറയുന്നത്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ, ലൊക്കേഷണൽ ആസ്പെക്ട് നോക്കുവാണെങ്കിൽ നോർത്ത് ഓഫ് ഗ്രേറ്റ് ഹിമാലയാസ് ആണ് നമുക്ക് ഈ ട്രാൻസ് ഹിമാലയാസ് കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട റേഞ്ചസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സാൻസ്കർ, ലഡാക്ക് ആൻഡ് കാരക്കോരം. ഇനി ഇതിന്റെ കോമ്പോസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി സെഡിമെന്ററി ആൻഡ് മെറ്റാമോർഫിക് റോക്സ് ആണ് ഇവിടെയുള്ളത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹോസ്റ്റ് എന്താണ് മൗണ്ട് K2, അതായത് ലോകത്തിലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് പീക്കാണ്. അതുപോലെ ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് എന്ത് ഈ ഒരു ഗോഡ്വിൻ ഓസിൻ എന്ന് പറയുന്നത്. സോഴ്സ് ഓഫ് ഇൻഡസും എന്താണ് ഈ ഒരു ട്രാൻസ് ഹിമാലയാസിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി എന്താണ് രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്ന ഹിമാലയാസ് ആണ്. ഹിമാലയാസിന്റെ സബ് റീജിയൻ നമ്മൾ തിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഗ്രേറ്റർ ഹിമാലയാസ് അല്ലെങ്കിൽ ഹിമാദ്രി, ലെസർ ഹിമാലയാസ് അല്ലെങ്കിൽ ഹിമാചൽ, ഷിവാലിക്സ് അല്ലെങ്കിൽ ഔട്ടർ ഹിമാലയാസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി എന്താണ് ഗ്രേറ്റർ ഹിമാലയാസിലാണ് ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള പീക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ് എവറസ്റ്റ്, കാഞ്ചൻജംഗയൊക്കെ എന്താണ് പെർപെച്വൽ സ്നോ കവറുള്ള റീജിയൻസ് നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഈ ഒരു ഹിമാദ്രി റീജിയനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ലെസർ ഹിമാലയസ് നോക്കുവാണെങ്കിൽ വാലീസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കുളു വാലി, കങ്ക്ര വാലിയൊക്കെ. അതുപോലെ തന്നെ മോഡറേറ്റ് ഹൈറ്റ് ആണ് ഈ ഒരു റേഞ്ച് ഓഫ് ഹിമാലയാസിന് ഉള്ളത്. ഇനി ഷിവാലിക്സ് നോക്കുവാണെങ്കിൽ യങ്ങസ്റ്റ് ആണ്, ഫോംഡ് ബൈ അലൂവിയൽ ഡെപ്പോസിറ്റ്സ് ആണ്, പ്രോൺ ടു ലാൻഡ് സ്ലൈഡ്സ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ പൂർവാഞ്ചൽ, ഇതിലെ റേഞ്ചസ് നോക്കുവാണെങ്കിൽ സൗത്ത് വാർഡ് ബെൻഡിൽ ഏതൊക്കെയുണ്ട്? പട്കായിബം, അതുപോലെ തന്നെ നാഗ ഹിൽസ്, മിസോ ഹിൽസ് ആൻഡ് മണിപ്പൂർ ഹിൽസ്. ഇതിന്റെ ഫീച്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ ഡിസെക്റ്റഡ് മൗണ്ടൻസ് ആണ്, ഫോറസ്റ്റഡ് ഹിൽസ് വിത്ത് ട്രൈബൽ സെറ്റിൽമെന്റ്സ്. ഇനി പ്രിലിംസിന്റെ ആംഗിളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ യങ്ങസ്റ്റ് ഷിവാലിക്സ് ആണ്. K2 എന്താണ് കാരക്കോറം, നോട്ട് ഇൻ ഹിമാദ്രിയാണ്. ഹിമാദ്രിയിലല്ല കാരക്കോരം ഉള്ളത്. കാരക്കോരം എവിടെയാണുള്ളത്? ട്രാൻസ് ഹിമാലയാസിലാണ് ഉള്ളത്. ഇനി അടുത്ത ഫിസിയോഗ്രഫിക് ഡിവിഷനിലേക്ക് നമുക്ക് പോകാം. എന്താണ് നോർത്തേൺ പ്ലെയിൻസ് ആണ്. മേജർ സബ് ഡിവിഷൻസ് നോക്കുവാണെങ്കിൽ പഞ്ചാബ് പ്ലെയിൻസ്, ഗംഗ പ്ലെയിൻസ്, അതുപോലെ തന്നെ ബ്രഹ്മപുത്ര പ്ലെയിൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ പ്ലെയിൻ റീജിയനെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു പഞ്ചാബ് പ്ലെയിൻസ് ഫോം ചെയ്തേക്കുന്ന പ്രധാനപ്പെട്ട റിവർ സിസ്റ്റം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഇൻഡസ് റിവർ സിസ്റ്റം ആണ്. ഇൻഡസ് റിവർ സിസ്റ്റത്തിലെ ജലം, രവി ആൻഡ് സത്ലജ് റിവേഴ്സ്. എന്താ സ്റ്റേറ്റ്സ് കവേർഡ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പഞ്ചാബ് ആൻഡ് ഹരിയാനയാണ്. ഗംഗ പ്ലെയിൻസ് എന്താണ് ഫോംഡ് ബൈ ഗംഗ റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഏതൊക്കെയാണ് സ്റ്റേറ്റ്സ് കവേർഡ്? UP, ബീഹാർ ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഇനി ബ്രഹ്മപുത്ര ആൻഡ് ട്രിബ്യൂട്ടറീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രഹ്മപുത്രയും ട്രിബ്യൂട്ടറീസും ആണ് ബ്രഹ്മപുത്ര പ്ലെയിൻസ് ഫോം ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഏരിയ ഏതാണ്?
ഏതാണ്? അസമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഫിസിയോഗ്രാഫിക് സോൺസ് നോക്കാം. ഈ ഒരു പ്ലെയിൻ റീജിയനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഫിസിയോഗ്രാഫിക് സോൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഏതാണ്? ബാബർ ആണ്. ബാബർ മീൻസ് കോഴ്സ് അലൂവിയം വിത്ത് പോറസ് നേച്ചർ. അതുപോലെ തന്നെ ടെറായി നോക്കുവാണെങ്കിൽ വാട്ടർ ലോക്ഡ് കണ്ടീഷൻസും മാർഷി കണ്ടീഷൻസും ആണ്. ഡെൻസ് ഫോറസ്റ്റ് നമുക്ക് ഈ ഒരു റീജിയനിൽ കാണാൻ സാധിക്കും. മറ്റൊന്നാണ് ബംഗാൾ റീജിയൻ. ഓൾഡർ അലൂവിയം ആണ്, ലെസ് ഫെർട്ടൈൽ ആയിരിക്കും. ഇനി ഖാദർ റീജിയൻ ഉണ്ട്, യങ്ങർ അലൂവിയം വിത്ത് ഹൈ ഫെർട്ടിലിറ്റി. ഇനി ഈ ഒരു പ്ലെയിൻസിന്റെ സിഗ്നിഫിക്കൻസ് നോക്കുവാണെങ്കിൽ അഗ്രികൾച്ചറിന്റെ കാര്യത്തിലും ഡെൻസ് സെറ്റിൽമെന്റിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഫ്ലഡ്സ് വളരെയധികം കൂടുതൽ ഉണ്ടാകുന്നത് ഈ ഒരു പ്ലെയിൻ റീജിയനിലാണ്. അതുപോലെ തന്നെ മേജർ റിവർ സിസ്റ്റംസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു പ്ലെയിൻ റീജിയൻസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി പ്രിലിംസിന്റെ ആംഗിൾ നോക്കുമ്പോഴത്തേക്കും മാച്ച് ദ സോൺസ് വിത്ത് ഫ്ലഡ് പ്രോൺനെസ് അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ക്വസ്റ്റ്യൻസ്. ആ ഒരു ടൈപ്പിൽ മേ ബി UPSC എന്ത് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം. ഇനി പെനിൻസുല പ്ലേറ്റോ ആണ് അടുത്ത പ്രധാനപ്പെട്ട ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ്. പെനിൻസുല പ്ലേറ്റോയുടെ ഡിവിഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഹൈലാൻഡ്സ് ഉണ്ട്, ഡെക്കാൻ പ്ലേറ്റോ ഉണ്ട്, നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റോ ഉണ്ട്. ഇനി സെൻട്രൽ ഹൈലാൻഡ്സിൽ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് ഓഫ് നർമ്മദയാണ്, ഡിസെക്റ്റഡ് ആയിട്ടുള്ള ഹൈലാൻഡ്സ് ആയിരിക്കും. അതുപോലെ തന്നെ കീ ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മാൾവ ആൻഡ് ബുണ്ടേൽഖണ്ഡ്. ഇനി ഡെക്കാൻ പ്ലേറ്റോ നോക്കുകയാണെങ്കിൽ സൗത്ത് ഓഫ് നർമ്മദയാണ്, വോൾക്കാനിക് പ്ലേറ്റോ ആണ് ഈ ഒരു ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയുന്നത്. ഡെക്കാൻ ട്രാപ്സ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി കീ ഏരിയാസ് നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര, കർണാടക ആൻഡ് തെലങ്കാന. ഇനി നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റോ ഉണ്ട്, ഡിറ്റാച്ച്ഡ് ഫ്രം മെയിൻലാൻഡ് ആണ്, മേഘാലയ ആൻഡ് കർബി ആംഗ്ലോങ് റീജിയൻ. അതാണ് ഈ ഒരു കീ ഏരിയാസ് ആയിട്ട് പറയാൻ സാധിക്കുന്നത് നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റോന്റെ. ഇനി ഈ ഒരു പ്ലേറ്റോസിന്റെ കീ ഫീച്ചേഴ്സ് എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഗ്നിയസ് ബേസ് ആണ്, ബ്ലാക്ക് സോയിൽ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സ് നോക്കുകയാണെങ്കിൽ സ്റ്റീപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ഓറോഗ്രാഫിക് റെയിൻഫോളിന് കാരണമാകുന്ന ഒരു റീജിയനും കൂടിയാണ് ഈ ഒരു വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. ഇനി ഈസ്റ്റേൺ ഗട്ട്സ് നോക്കുകയാണെങ്കിൽ ഡിസെക്റ്റഡ് ആണ്, അതുപോലെ തന്നെ ലോവർ എലിവേഷൻസ് ആയിരിക്കും. അതേപോലെ നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് എന്താണ് കണ്ടിന്യൂസ് ആയിരിക്കും, അതുപോലെ തന്നെ ഹയർ എലിവേഷൻസും സ്റ്റീപ്പ് സ്ലോപ്സും ആയിരിക്കും. ഇനി സ്ലോപ്സ് ഈസ്റ്റ് വേർഡ് ആണ് നമ്മുടെ ഈ ഒരു പ്ലേറ്റോ റീജിയൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റിവേഴ്സ് കൂടുതലായിട്ടും റിവേഴ്സ് എങ്ങോട്ടേക്ക് പോകുന്നത്, മെജോറിറ്റി ഓഫ് റിവേഴ്സും ബേ ഓഫ് ബംഗാളിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നത്. ഇനി പ്രിലിംസിന്റെ ആംഗിൾ നോക്കുമ്പോഴത്തേക്കും ബ്ലാക്ക് സോയിൽ, ഡെക്കാൻ റീജിയൻ, അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സ് ഓറോഗ്രാഫിക് റെയിൻഫോളുമായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റവും അവിടെയുള്ള കോൾ ആൻഡ് ലൈം സ്റ്റോൺ ഡെപ്പോസിറ്റ്സ് നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഫിസിയോഗ്രാഫിക് ഫീച്ചർ ആണെന്ത് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് അല്ലെങ്കിൽ താർ മരുഭൂമി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ വെസ്റ്റ് ഓഫ് ആരവല്ലീസ് ആണ്, രാജസ്ഥാനിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ലൈമറ്റ് നോക്കുവാണെങ്കിൽ എറിഡ് ക്ലൈമറ്റ് ആണ്, ലെസ് ദാൻ 150 മില്ലിമീറ്റർ റെയിൻഫോൾ. ഇനി റിവേഴ്സ് ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട റിവർ എന്താണ് ലൂണി റിവർ ആണ്. എന്താണ് ഒരു എഫിമെറൽ റിവർ ആണ് ഈ ഒരു ലൂണി റിവർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി എന്താണ് ലാൻഡ് ഫോംസ് നോക്കുകയാണെങ്കിൽ സാൻഡ് ഡ്യൂൺസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സാൻഡ് ഡ്യൂൺസ് നമ്മൾ എന്തെന്ന് പറയും, ബർച്ചൻസ് എന്ന് പറയും. അതുപോലെ തന്നെ സെയ്ഫ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി മറ്റൊന്നാണ് എന്ത് സാൾട്ട് ലേക്സ്. സാൾട്ട് ലേക്സ് പ്രധാനമായിട്ടും ആ റീജിയനിൽ കാണുന്നത് എന്താണ് സാമ്പാർ ലേക്ക് ആണ്. ഈ ഒരു താർ ഡെസേർട്ട് റീജിയനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ലേക്ക് എന്ന് പറയാൻ സാധിക്കും. ഇനി പ്രിലിംസ് ആംഗിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൂണി റിവറിനെ നോക്കുക, ഇൻലാൻഡ് ഡ്രെയിനേജ് ആണ്. അതുപോലെ തന്നെ സലൈൻ ലേക്സ് നോക്കുക, ഇവാപ്പറേഷൻ ഫീച്ചേഴ്സ് നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പാർ ലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഫിസിയോഗ്രാഫിക് ഫീച്ചർ ആണെന്ത് കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. കോസ്റ്റൽ പ്ലെയിൻസിൽ ഏതൊക്കെയാണുള്ളത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിന്റെ പ്രധാനപ്പെട്ട സെഗ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നമുക്ക് നോക്കാം. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ പ്രധാനപ്പെട്ട സെഗ്മെന്റ്സ് ആണ് ഒന്ന് കൊങ്കൺ കോസ്റ്റ്, മറ്റൊന്ന് കന്നഡ് കോസ്റ്റ്, മൂന്നാമത്തത് മലബാർ കോസ്റ്റ്. കൊങ്കൺ കോസ്റ്റ് എന്താണ് നാരോ ആണ്, അതുപോലെ തന്നെ റോക്കിയാണ്. മുംബൈ ടു ഗോവയാണ് ഇതിന്റെ ഒരു എക്സ്റ്റെന്റ് പറയുന്നത്. ഇനി ഈ ഒരു കന്നഡ് സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ കന്നഡ് കോസ്റ്റൽ പ്ലെയിൻസ് നോക്കുകയാണെങ്കിൽ എസ്റ്ററീസ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. പോർട്ട് ബേസ്ഡ് ആയിരിക്കും. കാർവാർ ടു മാംഗ്ലൂർ ആണ് ഈ ഒരു റീജിയൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി മലബാർ കോസ്റ്റ് ഉണ്ട്, ബാക്ക്വേർഡ്സ് ആണ് കൂടുതലായിട്ടും പ്രൊമിനന്റ് ആയിട്ടുള്ളത്. ഇനി ലഗൂൺസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കേരള കോസ്റ്റിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് എന്താണത് നോർത്തേൺ സർക്കാർ, മറ്റൊന്നാണ് കോറോമാൻഡൽ കോസ്റ്റ്. നോർത്തേൺ സർക്കാർ എന്താണ് ബിറ്റ്വീൻ മഹാനദി ആൻഡ് കൃഷ്ണ റിവേഴ്സ്. ആ ഒരു കോസ്റ്റൽ റീജിയനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നോർത്തേൺ സർക്കാർസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് കോറോമാൻഡൽ കോസ്റ്റ് ബിറ്റ്വീൻ കൃഷ്ണ ആൻഡ് കാവേരി റിവർ. കാവേരി റിവറിന് കൃഷ്ണ റിവറിനും ഇടയ്ക്കുള്ള അതായത് പണ്ട് ചോളാസ് റൂൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഏരിയ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ ഒരു കോറോമാൻഡൽ കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രിലിംസിന്റെ ആംഗിൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എസ്റ്ററീസിന്റെ കാര്യം ചോദിക്കാം, അതുപോലെ തന്നെ ഡെൽറ്റാസിന്റെ കാര്യം ചോദിക്കാം. എന്തുകൊണ്ടാണ് വെസ്റ്റിൽ എസ്റ്ററീസ് കാണുന്നത്, ഈസ്റ്റിൽ ഡെൽറ്റാസ് കാണുന്നത് എന്നുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ ലഗൂൺ ഓൺ ഈസ്റ്റേൺ കോസ്റ്റ്, ചിലിക്ക ലേക്കിനെ ബേസ് ചെയ്തിട്ടും മറ്റ് പ്രധാനപ്പെട്ട കോസ്റ്റൽ ലേക്സിനെ ബേസ് ചെയ്തിട്ടും ഒക്കെ എന്ത് ചെയ്യാം UPSCക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം. ഇനി ഐലൻഡ് ഗ്രൂപ്പ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതുപോലെ തന്നെ ലക്ഷദ്വീപ് ഐലൻഡ്സും ഉണ്ട് അറേബ്യൻ സീയിൽ. ബേ ഓഫ് ബംഗാളിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സും അറേബ്യൻ സീയിൽ ലക്ഷദ്വീപ് ഐലൻഡ്സും. ഇനി ഇതിന്റെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന്റെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ വോൾക്കാനിക് നമുക്ക് പറയാൻ പറ്റും, ബാരൻ ഐലൻഡ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ആൻഡമാൻ നിക്കോബാറിന്റെ ഇമ്പോർട്ടൻസ് പറയുവാണെങ്കിൽ സ്ട്രാറ്റജിക് ആണ്. 10 ഡിഗ്രി ചാനൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടും കൂടെയാണ് ഈ ഒരു ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഇനി ഹയസ്റ്റ് പീക്ക് നോക്കുകയാണെങ്കിൽ
നോക്കുവാണെങ്കിൽ സാഡിൽ പീക്ക് ആണ്. പിന്നെ ആൻഡമാൻ നിക്കോബാർ നമ്മൾ നോക്കുവാണെങ്കിൽ പല ഐലൻഡ്സും, അതായത് നോർത്തേൺ ഭാഗത്ത് കാണുന്ന പല ഐലൻഡ്സും എന്താണ് ഈ ഒരു ഹിമാലയത്തിന്റെ എക്സ്റ്റൻഷൻ ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഹിമാലയത്തിന്റെ എക്സ്റ്റൻഷൻ ആണ് അരക്കൻ യോമ മൗണ്ടൻസിന്, അതായത് മ്യാൻമറിലേക്കുള്ള ഹിമാലയത്തിന്റെ എക്സ്റ്റൻഷൻ ഉണ്ട് അരക്കൻ യോമ മൗണ്ടൻസ്. ഈ അരക്കൻ യോമ മൗണ്ടൻസിന്റെ എക്സ്റ്റൻഷൻ ആണ് നോർത്തേൺ ഭാഗത്ത് കാണപ്പെടുന്ന ആൻഡമാൻ നിക്കോബാറിലെ പ്രധാനപ്പെട്ട ഐലൻഡുകളൊക്കെ. ഓക്കെ, ഇനി ലക്ഷദ്വീപ് ഐലൻഡ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ അറേബ്യൻ സീയിലാണ് കാണപ്പെടുന്നത്. ഒറിജിൻ നോക്കുവാണെങ്കിൽ കോറൽ റീഫ്സിൽ നിന്നാണ്, കോറൽ അറ്റോൾസ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഐലൻഡ്സിനെ കാണാൻ സാധിക്കുന്നത്. നമ്പർ നോക്കുവാണെങ്കിൽ 36 ആയിട്ടുള്ള സ്കാറ്റേർഡ് ഐലൻഡ്സ് ആണ്. അതിൻ്റെ അകത്ത് 11 ഐലൻഡ്സിലാണ് നമുക്ക് ജനവാസം കാണാൻ സാധിക്കുന്നത്. ഇനി ക്ലോസസ്റ്റ് കോസ്റ്റ് നോക്കുവാണെങ്കിൽ കേരള കോസ്റ്റ് ആണ്. 200 മുതൽ 500 കിലോമീറ്റർ വരെ ഡിഫറൻസ് ഉണ്ട്. ഇനി പ്രിലിംസിന്റെ ആംഗിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഒൺലി ആക്റ്റീവ് വോൾക്കാനോ ഇൻ ഇന്ത്യ ഏതാണ്? ബാരൻ ഐലൻഡ് ആണ്. അതുപോലെ തന്നെ സാഡിൽ പീക്കിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കാം ആൻഡമാൻ ആൻഡ് നിക്കോബാറിലുള്ളത്. അതുപോലെ തന്നെ കോറൽ റീഫിനെ ബേസ് ചെയ്തിട്ട് ലക്ഷദ്വീപ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, UPSCക്ക് ഫ്രെയിം ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് UPSC പ്രിലിംസ് എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു 2025 എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ലാൻഡ് ഫോംസും അതുപോലെ തന്നെ എൻവിയോൺമെന്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സിനെ കണക്ട് ചെയ്തിട്ട് ചോദിക്കാം. എന്താണ് എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺസിലേക്ക് വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഹിമാലയാസ്. അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ് ഒക്കെ വേണമെങ്കിൽ UPSCക്ക് ചോദിക്കാം. അതുപോലെ തന്നെ എന്താണ് UPSC ക്യാൻ ആസ്ക് ലൊക്കേഷൻ ബേസ്ഡ് MCQs. എന്താണ് ബയോസ്ഫിയർ റിസർച്ച്, എൻഡമിക് സ്പീഷീസ്, ഹാബിറ്റാറ്റ്സ്, ഈ ഒരു ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് എവിടെയൊക്കെയാണ് ഉള്ളത് ആ ഒരു രീതിക്ക് വേണമെങ്കിൽ ക്വസ്റ്റൻസ് ചോദിക്കാം. അതുപോലെ തന്നെ ലാൻഡ് ഫോംസ് ആൻഡ് റിവർ സിസ്റ്റംസ് ആൻഡ് ഡ്രെയിനേജ് പാറ്റേൺസിനെ ബേസ് ചെയ്തിട്ട് എന്താണ് ഇന്ത്യൻ റിവേഴ്സ് ഒറിജിനേറ്റ് ആൻഡ് ഫ്ലോ ബേസ്ഡ് ഓൺ ടെറൈൻ. ഇന്ത്യൻ റിവേഴ്സ് എവിടേക്കാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ടെറൈനിലേക്കാണ് ഒഴുകുന്നത്, വെസ്റ്റിലേക്ക് ഒഴുകുന്ന നദികളാണോ അല്ലെങ്കിൽ ഈസ്റ്റിലേക്ക് ഒഴുകുന്ന നദികളാണോ, ആ ഒരു രീതിക്ക് വേണമെങ്കിൽ ക്വസ്റ്റൻസ് ചോദിക്കാൻ. ഡെക്കാൻ സ്ലോപ്പ്, ഹിമാലയാസ്, ആ ഒരു ലിങ്ക്സ് ഒക്കെ എന്ത് ചെയ്യാം UPSCക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇനി എക്സ്പെക്ടഡ് ആംഗിൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റൻസ് ഓൺ റിവർ ഒറിജിൻ, ഫ്ലോ ഡയറക്ഷൻ, വെസ്റ്റ് ഈസ്റ്റ്, പിന്നെ എന്താണ് അൺയൂഷ്വൽ ഡ്രെയിനേജ് ലൈക്ക് എന്താണ് ലൂണി റിവറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇൻലാൻഡ് ഡ്രെയിനേജ് ആണ്, എഫിമറൽ റിവർ ആണ് ലൂണി എന്നൊക്കെ പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ UPSCക്ക് ക്വസ്റ്റൻ ചോദിക്കുക. ഇനി എന്താണ് ലാൻഡ് ഫോംസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ ബേസ് ചെയ്തിട്ട് എന്താണ് എർത്ത് ക്വേക്സ്, ലാൻഡ് സ്ലൈഡ്സ്, ഫ്ലഡ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫിസിക്കൽ ജോഗ്രഫി. ഇതൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഫിസിക്കൽ ജോഗ്രഫി എങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫി ഇതിനെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു ആ ഒരു രീതിക്ക് വേണമെങ്കിൽ UPSCക്ക് ക്വസ്റ്റൻസ് ഫ്രെയിം ചെയ്യാം. അതുപോലെ തന്നെ ലൊക്കേഷൻ ബേസ്ഡ് MCQs ലിങ്കിങ് സീസ്മിക് സോൺസ്, അതുപോലെ തന്നെ ഫ്ലഡ് പ്രോൺ റീജൻസ് വിത്ത് ടെറൈൻ. ഇനി എന്താണ് ലാൻഡ് ഫോംസും അഗ്രികൾച്ചർ ആൻഡ് സോയിലും നോക്കുവാണെങ്കിൽ സോയിൽ ടൈപ്പ് ആൻഡ് ഫെർട്ടിലിറ്റി ആൻഡ് ലാൻഡ് ഫോം ഡിപ്പെൻഡന്റ്. ഓരോ ലാൻഡ് ഫോംസും ഓരോ സോയിൽ ഫോർമേഷനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ UPSCക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എക്സ്പെക്ടഡ് ആംഗിൾ നോക്കുവാണെങ്കിൽ സോയിൽ ക്രോപ്പ് മാച്ച് ഓർ സോയിൽ ഫോർമേഷൻ ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ ലാൻഡ് ഫോംസ് ആൻഡ് കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ ജോഗ്രഫി നോക്കുവാണെങ്കിൽ ഏൻഷ്യന്റ് പോർട്സ്, അതുപോലെ തന്നെ ട്രേഡ് സെന്റേഴ്സ്, പിൽഗ്രിമേജ് സൈറ്റ്സ് ആൻഡ് ടെറൈൻ ഇൻഫ്ലുവൻസ്, ടെമ്പിൾസ് അലോങ് റിവേഴ്സ്, അല്ലെങ്കിൽ ഏതൊക്കെ ടെമ്പിൾസ് ആണ് ഏതൊക്കെ ടെറൈനിൽ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിയോഗ്രഫിക് ഫീച്ചർ എന്നിട്ട് ഇപ്പോൾ ഹിമാലയത്തിലൊക്കെ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൊണാസ്ട്രീസ് ഏതൊക്കെയാണ്, ടെമ്പിൾസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട പിൽഗ്രിമേജ് സെന്റേഴ്സ് ഉണ്ടെങ്കിൽ ട്രാൻസ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പിൽഗ്രിമേജ് സെന്റേഴ്സ് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ UPSC മേ ബി എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം. ഇനി എക്സ്പെക്ടഡ് ആംഗിൾ നോക്കുവാണെങ്കിൽ മാച്ച് ടെറൈൻ വിത്ത് കൾച്ചറൽ സൈറ്റ്സ്, അതുപോലെ തന്നെ ഹിൽ സെറ്റിൽമെന്റ്സ്, ട്രേഡ് റൂട്ട്സ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് UPSCക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത്രയും നേരം നമ്മൾ ഇന്ത്യൻ ഫിസിയോഗ്രഫി എന്ന തീമിലെ ഡിസ്കഷൻ ആയിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ജസ്റ്റ് ആ ഒരു തീമിന്റെ ഓവർവ്യൂസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോയത്. ഇനി ഈ ഒരു തീമിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടും അതിന്റെ പ്രാധാന്യം എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ദക്ഷിണ ലേണിംഗ്സിന്റെ യൂട്യൂബ് ചാനലിലെ തീം നമ്പർ 9 ഫിസിക്കൽ ഫീച്ചേഴ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് റെഫറൻസ് വേണമെങ്കിലും ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ പ്രിലിംസ് ഹാക്കർ ക്യാപ്സ്യൂൾ സെഷൻ അവസാനിക്കുകയാണ്. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.